ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 10 ഇന്നാണ് പെരുന്നാൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ. അപ്പോൾ ഇന്ന് പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വരുന്നത്. ഇന്ന് പെരുന്നാൾ നമ്മൾ എവിടെ പോകുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പെരുന്നാളിന് ഇതാ ഈ ഒരു സാധാരണ ഒരു ടീഷർട്ടും പാൻറ്റും ഒരു അടിപൊളി ഷൂ ആണ്. നമ്മളെ ചെഞ്ചൂട്ടീനെ കാണാം. അപ്പോൾ ഇതാണ് ചെഞ്ചൂട്ടി ഇരിക്കുന്നത്. ക്യാബിൻ ക്രൂവിന്റെ പോലത്തെ ഡ്രസ്സാണ്. അതുപോലത്തെ അതേ സ്റ്റൈലിലാണ് എല്ലാം അലങ്കരിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് സെലി ഇപ്പത്തെ പുതിയ ലേറ്റസ്റ്റ് മോഡലായ പ്രേമലു ആണ് എടുത്തിരിക്കുന്നത് അല്ലെ. പിന്നെ കെട്ടിന്റെ വരുന്ന പിന്നെ മൊല്ലാക്കാന്റെ കെട്ട്. ഓക്കെ, പിന്നെ അടിപൊളി ബാഗാണല്ലോ. ഇത് നമ്മള് ഗോവയിൽ നിന്ന് വാങ്ങിയ ബാഗ് അല്ലേ. ഓക്കെ പർച്ചേസ് ഒന്നും കണ്ടിട്ടില്ല. ഫുഡ് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചിക്കൻ ബിരിയാണി വെച്ചിട്ടുള്ളത്. ചിക്കൻ ബിരിയാണി നമുക്ക് കാണാലോ. ആദ്യം നമ്മൾ അടുത്ത് തന്നെ ഫാരീന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇനി ഫാരീന്റെ വീട്ടിൽ പോയിട്ട് വേണം എൻ്റെ വീട്ടിലേക്കും പിന്നെ എൻ്റെ പെങ്ങളെടുത്തും കാര്യങ്ങളെടുത്ത് പോകാൻ. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഫാരീന്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. ഹായ്, അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. ഇതാണ് നമ്മുടെ ഫാരി, സെലീനാന്റെ മൂത്തമ്മാന്റെ മോളാട്ടോ. ഇത് നമ്മളെ ചെറിയ കുഞ്ഞു ലുല്ലു ബേബി. ഈദ് മുബാറക് പറഞ്ഞ. അപ്പൊ ഗൈസ് ഇവരോട് സംസാരിച്ചിട്ടെല്ലാം വരാം. ഇനി നേരെ എന്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഇനി നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ടാണ്. ജിമിക്ക് ഇതാണ് കേട്ടോ നമ്മള് സെലീനാന്റെ കാതിൽ കണ്ടിട്ടില്ല. ഇതാ വെറൈറ്റി കാതിൽ ഇറക്കിയിട്ടുണ്ട് സെലി. അങ്ങനെ കടന്ന് നമ്മുടെ അടുക്കളയിലെത്തി. സ്പെഷ്യൽ ഡ്രിങ്ക്സ് ആണ് നമുക്ക് തരുന്നത് കേട്ടോ. പക്ഷെ മധുരം ഞാൻ കുറച്ചതാണ്. അയ്യോ, ബിരിയാണി വെച്ചാ ബിരിയാണിയിലെ വെച്ചാ ചിക്കനാ ബീഫാ? നമ്മള് പോട്ടെ എന്നെങ്കിൽ. ലുലു പോട്ടെ. ടാറ്റ ലുലു, ടാറ്റ പറഞ്ഞ. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലെത്തിയിട്ട് ഉമ്മാനെല്ലാം കാണാം. അപ്പൊ ഗൈസ് ഞാനിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വീട്ടിലുള്ള ആളോട് ഈദ് മുബാറക് പറയണം. നേരെ ഉമ്മാന്റെ അടുത്തേക്ക് പോവാം. ഉമ്മയെല്ലാം കടത്താൻ എല്ലാവരും ക്ഷീണത്തിൽ കിടന്നിട്ടുള്ളത്. ഇത്ര കാലം നോമ്പെല്ലാം നോറ്റല്ലേ, അപ്പൊ കിടന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ബിരിയാണി കാണാം, എന്നിട്ട് ബാക്കിയുള്ള ആളോട് സംസാരിക്കാം കേട്ടോ. ഇതാണ് നമ്മളെ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി. എന്ത് ബിരിയാണി ഇത്? ബീഫ് ബിരിയാണി. ഇതാ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ നമ്മളെ അളിയനാണ്. ഹായ്. ഇനി ഉപ്പയും ഉമ്മയും എണീക്കട്ട്. ഉമ്മാക്ക് തീരെ കഴിയുന്നില്ല, പനിയും ജലദോഷമെല്ലാം. ഏതായാലും ഓരോ എണീച്ച് കഴിഞ്ഞ് നമുക്ക് പോയിട്ട് കാണാം. രണ്ടാമത്തെ പെങ്ങളുടെ മക്കളാ കേട്ടാ. ഒരു ആയി അറിയൂ ഈദ് മുബാറക് പറഞ്ഞ എല്ലാരോടും പറ. അങ്ങനെ ഞാനിതാ ഉമ്മാന്റെ അടുത്തേക്ക് പോവാണ്. ഉമ്മാക്ക് തീരെ കഴിയുന്നില്ല. ഉമ്മ കൊണ്ട് കിടന്നിട്ടാള്. ഈദ് മുബാറക് ഉമ്മ. കൊറേ കാലായി വയ്യാത്ത. എല്ലാരും ദ്വാരക്കും ഉമ്മാക്ക് വേണ്ടിട്ട്. ഇനി എന്റെ മൂത്ത പെങ്ങളുടെ അടുത്ത് പോണം. നോക്കട്ടെ, ഇത്താത്തന്നെ വിളിച്ചോക്കട്ടെ. ചില സമയം ഓരോ ചില സമയം ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഥവാ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. നോക്കാം, ഞാൻ വിളിച്ചോക്കാം, ഫോൺ ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഗൈസ് ഞാൻ ഉമ്മാനോട് കൊണ്ടുപോയി. ഉപ്പ വീഡിയോയിൽ വരാനൊരു മടി. നമുക്ക് അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. ഇനി ഏതായാലും നമ്മൾക്ക് ഇത്താത്തൻ്റെ അടുത്ത് പോവാം. ഇത്താത്തൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, വരൂ ഗൈസ്. അങ്ങനെ നമ്മുടെ ഗൈസ് ഇത്താത്താൻ്റെ അടുത്ത് എത്തി ഗൈസ്. അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. ഇതാണ് നമ്മുടെ ഇത്താത്താൻ്റെ മൂത്ത മോനി അമീനി, പിന്നെ അച്ചൂട്ടി. ഈദ് മുബാറക്. എന്താ നീ ഒന്നും പറയാത്ത? അമീനെ സുഖല്ല. അമീന് വീഡിയോയിൽ വരാൻ മടിയായ? അല്ലെങ്കിൽ നീ ഭയങ്കര നല്ല വീഡിയോ ചെയ്യാണെന്നല്ല പറഞ്ഞിട്ട് ഉറക്കുന്ന എണീച്ചതാ. നമുക്ക് നേരെ അകത്ത് കയറാം. അയ്യോ, വയറ് പൊട്ടിയേ. 3 സ്ഥലത്തു നിന്നാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കേണ്ട വന്നത്.
ഫസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച്, പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് കഴിച്ച്, ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് കഴിച്ച്. വയറിൻ്റെ അവസ്ഥ നോക്കിയതാ, ഇങ്ങനെയുള്ള വയറ്. അയ്യാ വേറെ സ്ഥലത്തൊന്നും കഴിക്കാനുണ്ട്. ഇനിയില്ല മോനെ, ഇനിയില്ല. നീ എന്തിപ്പോ വീഡിയോയിൽ വരാൻ മടിക്കുന്നത്? ഭയങ്കര നാണാന്നല്ല എനിക്ക്. അച്ചൂട്ടിക്കൽ എന്താ പാട്ടറിയാന്ന് പറഞ്ഞ? അച്ചൂട്ടി പാട്ട് പാടിയാ? ഏതാ പാട്ട്? ആ ആ എന്നാ നീ പാട് നോക്കട്ടെ. നോക്കറ നീ പാടുന്ന പറഞ്ഞാന്ന് ഞാൻ എടുത്തതേ. ഈ സബ്സ്ക്രൈബറോടെല്ലാം പറഞ്ഞു നീ പാടുന്നു. പാടറാ, സബ്സ്ക്രൈബറോടെല്ലാം പറഞ്ഞു ഇനി നീ പാടണം. നിർത്ത്. എന്താ മീൻ എന്ത് പറഞ്ഞത്? സബ്സ്ക്രൈബർ കിട്ടാൻ എന്ത് വേണ്ട? ഞാന് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടാൽ സബ്സ്ക്രൈബറിന് കിട്ടും. ജോക്കർ ഫേസ് ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ കിട്ടാത്ത സബ്സ്ക്രൈബർ? പറയാതാ സബ്സ്ക്രൈബർ കിട്ടാൻ വേണ്ടിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. ഭയങ്കരമായിട്ട് ഫുള്ളായി വയറ്. കൊടവയറ് പോലെ ആയി. അന്ന് ഇതുവരെ ആരിയിരിക്കുന്നത് നോക്കൂ. എന്ത് പറ്റി സെലി? ഉറക്കുമായിരുന്നു. ഇന്ന് പാലായിക്കണോ? വെറോ തീറ്റയായി പോയി അല്ലേ? അച്ചൂട്ടി പാട്ട് പാടാൻ വേണ്ടിട്ടായിട്ട് ഇപ്പൊ നല്ല ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി പാട്ട് പാട് നോക്കട്ടെ. ഈടുന്ന് പാട്. നീയല്ല അടിപൊളി ഡ്രസ്സെല്ലാം മാറ്റിട്ട് പാടാന്ന് പറഞ്ഞു. എന്നാൽ ഓൾക്ക് ഞാൻ ഫോൺ കൊടുക്കുന്നുണ്ട്. ഓള് ഇത് ഇതിലൂടെ തന്നെ ഇങ്ങനെ നോക്കിട്ട് പാടണേ. പാടിയിട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം അല്ലേ? തളമള ചന്തി കിളിയുടെ കണുക്കുന്ന പോലെ, തളമള ചന്തി കിളിയുടെ കണുക്കുന്ന പോലെ, പിളിങ്ങി ചിളിങ്ങി പിളിങ്ങി പെണ്ണെ പിന്നാക്കു തിന്നു, പിന്നാക്കു തിന്നു, പിന്നാക്കു തിന്നു, പിന്നാക്കു തിന്നു. അപ്പൊ ഇത്താത്ത വരുന്നു. അമീന് മാറ്റേന്ന്. അപ്പൊ എല്ലാവരും വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടി അല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോയാന്ന്. അച്ചുട്ടി ടാറ്റ ടാറ്റ പറ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാന്ന്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. എന്നിട്ട് തീരുമാനിക്കണം എവിടെങ്കിൽ പോണോ വേണ്ടേന്നുള്ളത്. ഇപ്പം തന്നെ ടയർഡായി. ഇപ്പം ഏകദേശം 3-3:30 മണി ആയിട്ടുണ്ടാവും അല്ലേ? ഇനി ഏതായാലും വീട്ടിലെത്തിയിട്ട് കാണാം ബാക്കി നമുക്ക് അവിടെ നിന്ന്. ഗൈസ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയ ബന്ധേ ഉള്ളൂ. പിന്നെ ഉറങ്ങിപ്പോയി. ഇപ്പം എണീക്കുന്നത് ഇപ്പം സമയം നോക്കിയാൽ 6:30 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പോകാം ഗൈസ്. ഇനി ഓഫ് ടു ബീച്ച്. ഗൈസ് ബീച്ചിലേക്ക് വരാന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിയത് എവിടെയാന്ന് നോക്കൂ ഗൈസ്. എവിടെ നമ്മൾ എത്തിയത്? സെക്യൂരാമാളിൽ. നോക്കിയാൽ സെക്യൂരാമാളിൽ നമ്മൾ വന്നിരിക്കുന്നത്. ബീച്ചിൽ ശരിക്കും ഭയങ്കര ബ്ലോക്ക്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. നേരെ സെക്യൂരാമാളിലേക്ക് വരാമെന്ന് വിചാരിച്ചു. നേരെ ഇനി അകത്തേക്ക് പോയി നോക്കട്ടെ. ഫുള്ള് തിരക്കാണ്. ഇവിടെ കണ്ട ഗൈസ് ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോയെല്ലാം കാണുന്നുണ്ട്. കുട്ടിയുടെ ഫോട്ടോ എല്ലാം എടുത്തിട്ടൊന്ന് വരണം. അപ്പം നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എല്ലാം എടുത്ത് ഇനി മുകളിലോട്ട് പോയിട്ട് വരട്ടെ ഗൈസ്. നോക്കൂ ഗൈസ് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇതാ നോക്കിയാൽ ഷൂ ഉണ്ടോ? ഇത് ബീച്ചിൽ പോകാൻ വേണ്ടി ഇട്ട് വന്ന സാധനമാണ്. നമ്മളിപ്പോൾ ഉള്ളത് മാളിലും. എന്താണ് ആയിരിക്കാ നോക്കുന്നത്? ലുലു ബേബി അങ്ങനെ ഉറങ്ങി. ഞാൻ പെട്ടു ഗൈസ്. നോക്കൂ ഇവർ ഫുൾ ടൈം പർച്ചേസിങ്ങിന് കൊണ്ട് പോയിട്ടാണ്. എല്ലാ ഭാഗത്തേക്കും കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനി ഫുഡിൻ്റെ ഏരിയയിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുകളിലേക്ക് പോയിട്ട് വരാം. മുകളിലെന്തോ ഗാനമേളെല്ലാം നടക്കുന്നുണ്ട് നോട്ടോ. ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് സോണിലാണ്. ഇനി നമ്മൾ ഷൂട്ടിംഗ് സോൺ ചെയ്യാൻ വേണ്ടി പോകുന്നു.
മൊത്തം റൈറ്റ് സൈഡിലേക്കാണ് പോയത്. നല്ലോണം വലിച്ചോ. അയ്യോ ഞാൻ ഒരു സൈഡായ ആ സൈഡ് തന്നെ ഞാൻ രണ്ടോട്ട് അടിച്ചു കണ്ട. എല്ലാം പുറത്തേക്കാണേ ഉള്ളൂ. ഭാര്യ ഒന്നകത്തേക്കാ. ആ എന്നെ കളിയാക്കിയാണ് സെലിയൊന്ന് അടിച്ചു നോക്കാൻ പോയത്. നോക്കട്ടെ, നോക്കൂ നോക്കൂ. അമർത്തി വലിക്കണേ ശരി, അമർത്തി വലിക്കണേ. ആഹാ അടിപൊളിയാണല്ലോ. ഒന്നും കൂടി അടി, ഒന്നും കൂടി അടി. അമർത്തി വലി, അമർത്തി വലി, നല്ലോണം വലി. ആഹാ അറിയാല്ലേ. എന്നിട്ട് അതിന്റെ എല്ലായിടത്തും എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഭാര്യ വീണ്ടും അടിക്കാൻ വേണ്ടി പോന്നു. ആഹാ അടിപൊളിയാണല്ലോ. ഫുള്ള് പുറത്താ പോയ ഗൈസ്, ഫുള്ള് പുറത്ത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എല്ലാം പുറത്തായില്ലേ? തട്ടിയിട്ടില്ല, എവിടെയോ പോയെന്ന് അറിയില്ല. അപ്പൊ ഗൺഷൂട്ട് ഇനി സെലി അടിക്കാൻ വേണ്ടി പോവാണ്. നോക്കട്ടെ സെലീനന്റെ ഗൺഷൂട്ട്. യെസ്, ലെഫ്റ്റാ? ആ എന്നാ റൈറ്റ്. ആവോ ഇന്നാട്ട് നടക്കോ? വൈലേ നോക്കണോ? ചീറ്റിപ്പോയി, എല്ലാം ചീറ്റിപ്പോയി. ചെയ്യാൻ വന്നത് മസാജ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഹലോ, ഭാര്യ മസാജ് ചെയ്യാൻ പോവാണ് പോലും. നോക്കട്ടെ. അങ്ങനെ ഭാര്യ ഇരിക്കുകയാണ് ഗൈസ്. അതിലാകുന്നില്ലേ? എങ്ങനെയുണ്ട് ഭാര്യ? നല്ലുണ്ടാ? ഓ അടിപൊളി. കേറിയിട്ട് കുടുങ്ങിയ പോലായി ഗൈസ്. വരലോട് വരല് എന്തോ പിടിച്ചു വിഴുങ്ങിയ പോലെ. അടിപൊളി. ഇത് ഇല്ല പറയുന്നില്ല. പറ. അനാക്കൊണ്ട് എന്റെ വായിൽ പെട്ട പോലെ ഫുള്ള് ഫുള്ള്. ഇവിടെ ഫുൾ കോമഡി ആയിപ്പോയി ഗൈസ്, ഫുൾ കോമഡി. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ആ ഇറങ്ങിയില്ലേ? ഇനിയിപ്പോൾ അറിയാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. അടിപൊളിയാ, സൂപ്പർ തന്നെയല്ലേ? അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് സെക്യൂർ മാളിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. ഇനി നേരെ ഇവരെ ഭാര്യനെയും ഇന്നനെയും വീട്ടിൽ കൊണ്ടാക്കണം. എന്നിട്ട് നേരെ നമ്മളെ വീട്ടിലേക്ക് പോകാം. ഇന്ന ആ ഇന്നാന്ന് വിളിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഷിഫാനെ കൊണ്ടാക്കിയിട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിതാ വീട്ടിലിതാ ഭാര്യൻ്റെ വീട്ടിലെത്തി. ഇനി ഇവർ ഇവിടെ ആക്കണം. അടിപൊളി ലൈറ്റ് അല്ലേ?
ബൈക്കിലെ കയറ് വീഡിയോ അയ്യോ എനിക്ക് കുറച്ച് സംസാരിച്ചിട്ടില്ല വരുന്നു ഗൈസ്. നമ്മള് പോട്ടെ ഭാരി. ടാറ്റ ടാറ്റ ലുലു ടാറ്റ. മുഖം മാറി. മാറിയാ ഞാൻ എപ്പോ വന്നാലും കരച്ചിലടിച്ചോ കാര്യമില്ല. ഇല്ല പ്രാവശ്യം കാര്യമില്ല. കരയൂ. അപ്പൊ എല്ലാരോടും വീണ്ടും ടാറ്റ. ടാറ്റ പറഞ്ഞേ. അപ്പുറത്തിനേ കരയൂ. ടാറ്റ പറഞ്ഞല്ലോ. ഓ വലിയ പെണ്ണായോണ്ട് ഡ്രസ്സെല്ലാം മറച്ചു കൊടുക്കുന്നു. അയ്യോ അങ്ങനെ ഫൈനലി നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഗൈസ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വരുന്നവരേക്കും ബൈ.